ഹലോ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാൻ എല്ലാവരും ഒന്നുമില്ല, 2-3 ഫ്രണ്ട്സുകൾ മാത്രം. എന്തായാലും അടിച്ചു വിളിക്കാൻ പോവാന്ന്. ഒരു ഹായ് പറ സുധീർ. ഞങ്ങളിതാ പഴയ കാലങ്ങളൊക്കെ അയറിക്കാന്ന് എല്ലാവരും. ഇതെൻ്റെ ഫ്രണ്ട് ലീബ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റിങ്ങിനായി ഷിന്നു എവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവളെ ശരിക്കും പറയുക 24 വർഷമായി കണ്ടിട്ട് അതേമാതിരി ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. അവൾ ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളിതാ കണ്ടതോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം മേലെ പോകണം, എസ്കലേറ്ററിൽ കയറണം. അപ്പോൾ എസ്കലേറ്ററിൽ കയറുന്നതിൻ്റെ പേടിയിലാണ് ഷിനു നിൽക്കുന്നത്. ചെന്നൈയിലൊക്കെ ജീവിച്ചിട്ടും അവൾ എന്താണെന്നറിയില്ല ഇങ്ങനെയായിപ്പോയത്. അപ്പോൾ ലീബയും സുധീറും കൂടെ പോയി. ഇനി ഷിനു കയറുന്നത് കണ്ടോ, നല്ല രസമാണ്. അതിനുശേഷം ഞങ്ങൾ മാക്സിലൊക്കെ കയറി കുറച്ച് നേരം ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ പോയി. ഫുഡ് കോർട്ട് മേലെ ഉണ്ടായിരുന്നു, മേലെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ പെരുവണ്ണാമൊഴിയൊക്കെ പോകുന്നത്. ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി എവിടെയാണ് പോകേണ്ടത് നമ്മൾ. എന്തായാലും എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം. എന്തൊരു സന്തോഷമെന്ന് അറിയാം. ഞങ്ങൾ 4 പേരാണെങ്കിൽ കൂടെ ഒരു മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. ഒരു കുറച്ച് നേരം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യണം, അപ്പോഴേ നമുക്കൊരു ഒരു എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. അതൊക്കെ ഒരു നമ്മൾ വീട്ടിലിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.